ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ആദരം നൽകുകയാണ്. തിരുവനന്തപുരത്ത് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ മോഹൻലാലിന് നൽകുന്ന ആദരം കാണാൻ, നേരിട്ട് കാണാൻ തിരുവനന്തപുരത്തേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നത്. 5000 പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വേദി സദസ്സാണ് ഉള്ളത്. അവിടെ പാസ് ഇല്ലാതെ തന്നെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. കരൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണ് മോഹൻലാലിനെ ആദരിക്കുക. മലയാളം വാനോളം ലാൽ സലാം എന്ന് പേരിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അല്പസമയത്തിനകം വിശിഷ്ടാതിഥികൾ അവിടേക്ക് എത്തും എന്നതാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ അതിന് മുന്നോടിയായുള്ള കലാപരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. TK രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനവും അരങ്ങേറും. നടന ചാതുരിക്ക് അർപ്പണമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യനാശാൻ തിരനോട്ടവും അവതരിപ്പിക്കും. പരിപാടിയുമായി ബന്ധപ്പെട്ട് വൻ താരനിരയാണ് തലസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അവർ അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കിപ്പോൾ ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം.
ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ആദരമർപ്പിക്കുന്ന പരിപാടി തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. അവിടെ ഇപ്പോൾ പ്രധാന വിശിഷ്ടാതിഥികൾ എത്തുന്നതിന് മുൻപുള്ള കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിപുലമായ പരിപാടിയാണ് സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ താരനിര തന്നെ അണിനിരക്കുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മന്ത്രിമാരുടെ നീണ്ട നിര തന്നെ ഉണ്ട്. ഒപ്പം തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനകം വിശിഷ്ടാതിഥികൾ അവിടേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. മോഹൻലാലിന് ആദരമർപ്പിക്കാൻ മോഹൻലാലിന്റെ സഹപ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ദ്രൻസ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് അവിടെ കാണാം. ഒപ്പം തന്നെ ആശംസകൾ അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ നായികമാരായി വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങിയ അഭിനേത്രിമാർ എത്തിയിട്ടുണ്ട്. ശോഭന, മീന, ഉർവശി, മേനക, മാളവിക മോഹൻ, രഞ്ജിനി, അംബിക എന്നിവർ ലാൽ സലാമിൽ പങ്കെടുക്കും. അവരും അല്പസമയത്തിനകം അവിടേക്ക് എത്തും. കേരള സർക്കാരിന് വേണ്ടി കവി പ്രഭാവർമ്മ എഴുതിയ പ്രശസ്തി പത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് സമർപ്പിക്കും. ഗായിക ലക്ഷ്മി ദാസ് പ്രശസ്തി പത്രം കവിത ചൊല്ലും. അങ്ങനെ എല്ലാവിധത്തിലും മോഹൻലാലിനെ കേരളത്തിന് വാനോളം പുരസ്കാര നേട്ടത്തിൽ കേരളത്തെ വാനോളം ഉയർത്തിയ മോഹൻലാലിനെ അതിന് തത്തുല്യമായ നിലയിൽ സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. ആ പരിപാടിയാണ് കാണുന്നത്. ആളുകളുടെ വലിയ പങ്കാളിത്തം നമുക്ക് കാണാം. സെൻട്രൽ സ്റ്റേഡിയം സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനുമൊക്കെ പരേഡ് നടക്കുന്ന വലിയ സ്റ്റേഡിയമാണ്. അവിടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട്. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം അവിടേക്ക് എത്തും. നമുക്ക് അതിൻ്റെ പരിപാടി തുടങ്ങുന്ന ഘട്ടത്തിലേക്ക് തിരിച്ചെത്താം.